റിലേഷൻഷിപ്പിലൊക്കെ പെടുന്നവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് ഡോർ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു തിരിച്ചിറങ്ങാനുള്ള ഒരു വഴി അവർ കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. റിലേഷൻഷിപ്പാണ് ഒബിയസ്ലി മുന്നോട്ട് പോയേക്കാം, ബ്രേക്കപ്പ് ഉണ്ടായേക്കാം. ഈ ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരാകെ തളർന്നു പോകണം, ആകെ പ്രശ്നമാണ്, ആകെ മെൻ്റലി കുറച്ച് നാളത്തേക്ക് ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ. ഇതിൽ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് ഡോർ കണ്ടെത്താന്നുള്ളതാണ്. നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ തന്നെ തിരിച്ചിറങ്ങാനൊരു വഴി അവർ കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു വിഷയമാണ്. ഒരു എക്സിറ്റ് ഡോർ നിങ്ങൾ എപ്പോഴും കാണും. അങ്ങനെയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം എടുക്കും തിരിച്ച് റിക്കവർ ആവാൻ. ഇവിടെ സ്റ്റഡീസ് അവിടെ പെൻഡിങ് ആണ്, പ്രത്യേകിച്ച് വലിയ കോഴ്സുകളാണ്. അപ്പോൾ മെഡിക്കലായിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. അപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 2 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 5 വർഷം എടുക്കും. ഇത് ഡ്യൂറേഷൻ ഇവർക്ക് തീരുമാനിക്കും, എത്ര റിക്കവർ ചെയ്തിട്ട് റിട്ടേൺ വരാനുള്ള സമയം. പക്ഷേ എന്ന് വെച്ചാൽ ആ സമയത്തിനുള്ളിൽ അവർ കരിയറൊക്കെ ആകെ തകർന്നു പോയിട്ടുണ്ടാവും. വലിയ വിഷയത്തിൽ പോകും, ഡ്രോപ്പ് ഔട്ട് ആവും, ഇയർ ബാക്ക് വരും, വിഷയങ്ങളുണ്ടാവും. ഇത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു എക്സിറ്റ് വഴി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾ പോരാനുള്ള വഴി കണ്ടുപിടിക്കണം. അത് ഇവർക്കുള്ളൊരു അഡ്വൈസ് അല്ല, ഈ പറഞ്ഞ പോലെ അതാണ് അതിൻ്റെ ട്രൂത്ത്.